ഇന്ന് ഞങ്ങൾ കുറ്റിക്കുരുമുളക് ചട്ടികളെല്ലാം എടുത്ത് ക്ലിയർ ചെയ്ത് വെക്കുക. കണ്ടോ, എൻ്റെ ഈ കുറ്റിക്കുരുമുളകിനകത്ത് തന്നെ നല്ല താരും വരുന്നുണ്ട്. എന്നിട്ട് ആവശ്യമില്ലാത്ത ഒരിതാണ് കണ്ട് ഈ വരുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഇത് താഴേന്ന് വന്നതാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇതങ്ങ് പടന്നു പോവും. മറ്റേതിൽ കായ്ഫലം കുറയും. കണ്ടോ, ഇതിനകത്ത് തന്നെ ശരിക്കും താഴെ വന്നിട്ടുണ്ട്. കണ്ടോ, താര് ഉണ്ട്, ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്തും അതുപോലെ തന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ഇതും കട്ട് ചെയ്ത് കളഞ്ഞതാണ്. താഴെ ഇരിക്കുമ്പം തറയിലിങ്ങനെ പടന്നങ്ങ് പോവും. അന്നേരം കായ്കൾ അധികം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഞാനിപ്പോൾ അങ്ങനെ ശരിയാക്കി എടുത്ത് വെക്കുക. കുരുമുളക് കുറേ കുരുമുളകൊക്കെ ഞാൻ പറിച്ചു കഴിഞ്ഞു ഇതിനകത്തുനിന്ന്. ഇതിനകത്ത് കണ്ട് ഇതിൽ വരുന്നുണ്ട് താര് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ആ താര് നിർത്തിയിട്ട് ഇതിനകത്ത് കായ് വരാത്ത ഇതങ്ങ് മുറിച്ച് കളയണം, അല്ലെങ്കിൽ ഇത് നീളത്തിലങ്ങ് പോവും. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരിടത്ത് കിളിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടോ, ഈ ഒരെണ്ണത്തിനകത്ത് നിന്ന് വരികയാണ്. ഈ ഒരെണ്ണത്തിനകത്ത് നിന്ന് വന്നിട്ട് 2 ടൈപ്പ് ഇത് പോകുന്നുണ്ട്. ഇതിനകത്ത് വരുന്നതിനകത്ത് കായ് വരുന്നുണ്ട്. കണ്ടോ, 2 വരുന്നുണ്ട്. ഇതിനകത്തും വരുന്നുണ്ട്. പക്ഷേ ഈ മേളിലോട്ട് പോകുന്ന ഇതിനകത്ത് കായ് വരുന്നില്ല. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്യണം. വെച്ചങ്ങ് കട്ട് ചെയ്യണം. ഞാൻ ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് അത് എടുക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആവാൻ. ഇതാണ്, ഉണ്ടോ. ഇങ്ങനെ ആവശ്യമില്ലാതെ വരുന്ന ഇതിനകത്ത് കിളിച്ച് വരുന്നതൊക്കെയാണ് കട്ട് ചെയ്ത് കളയണം. ഇതിനകത്ത് ഉണ്ടോ, ഇതിനകത്ത് നിറച്ചും കാ വരുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കുരുമുളക് പറിച്ചതിന് ശേഷം വന്നതാണിതൊക്കെ. പുതിയ കിളിർപ്പ് വന്നതിന് ശേഷം അതിനകത്തു നിന്നുണ്ടായതാണ് ഇതൊക്കെ. കണ്ടോ, ഇതാണ് കുറ്റിക്കുരുമുളക്. നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇതുപോലുള്ള ഒരു 5 ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പച്ചക്കുരുമുളക് കിട്ടും. നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് എന്നും കിട്ടും. കണ്ടോ, അതാണ് ഞങ്ങളുടെ. ഇത് കുറ്റിക്കുരുമുളകല്ലായിരുന്നു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല. നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പം നടുപ്പം നമ്മൾ കുറ്റിക്കുരുമുളകിന് കറക്റ്റായിട്ട് അത് മുറിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാകാതെ ഇത് പടർന്ന് നമ്മൾ ഈ മരത്തിലൊക്കെ പടർത്തി മേളിലോട്ട് കയറ്റത്തില്ലേ, ആ ടൈപ്പ് കുരുമുളകായിരുന്നു ഇത്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പം അത് ശരിയായില്ല, അതല്ലായിരുന്നു. അതുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു കാവ് പോലും കിട്ടിയില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. താഴെ ഇരിക്കുന്ന കുരുമുളകിനകത്തും സെയിം ആവശ്യമില്ലാത്ത കുറേ കിളിർപ്പ് വന്നിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ മറ്റേ വരുന്ന താരില്ലേ അതിനെയും കൂടെ ബാധിക്കും. അന്നേരം ഞാൻ ഇതിനകത്താണെങ്കിൽ അങ്ങനെ ഉണ്ടോ, ഈ ഒരെണ്ണമാണ് വരുന്നത്. അത് ഞാൻ ഇവിടെ വെച്ചും കട്ട് ചെയ്യും. താഴെ ഇരിക്കുന്നുണ്ട്
കറക്റ്റായിട്ട് അതങ്ങ് പടർന്ന് താഴോട്ടങ്ങ് കിടക്കുക. പിന്നെ ഒരു ഉയരമുള്ള സ്ഥലത്ത് ഇതുപോലെ മതിലിലൊക്കെ എടുത്ത് വെച്ചെങ്കിലേ പറ്റുള്ളൂ. ഉണ്ടോ? പിന്നെ അവിടെയുണ്ട്. അതൊക്കെ കണ്ടോ, ഒരെണ്ണത്തിൻ്റെ പോക്കുണ്ടോ, എന്തുമാത്രം പോയെന്ന് നോക്കി. ഇത് ആവശ്യമില്ലാത്തതാണ്. ഇത് നമ്മളാണെങ്കിൽ ഈ മരത്തിലൊക്കെ പടർത്തുന്ന ടൈപ്പാണ് ഈ കിളിച്ച് വരുന്നത്. ഇതൊക്കെ കാ കിടക്കുകയാണ്. ഉണ്ടോ, ഒരെണ്ണം പോയിരുന്നുണ്ടോ നീളത്തിൽ. ഉണ്ടോ, അങ്ങ് പടർന്നങ്ങ് പോയിരിക്കുക. ചെടിയുടെ ഇടയിൽ കൂടെ അങ്ങ് പോയിട്ടുണ്ട്. ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. കിളിപ്പുണ്ട്. ഉണ്ടോ, അതിൻ്റെ നീളം കണ്ടോ, എന്തുമാത്രം. കണ്ടോ, ഭയങ്കരമായിട്ട് നീളത്തിലാണ് പോയി. ഇനിയുണ്ട്. താഴെ കിടക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഉണ്ടോ, ഒരു പോയ പോക്കുണ്ടോ. അയ്യോ, ഉണ്ടോ, നീണ്ട് ചെടിയുടെയൊക്കെ ഇടയിൽ കൂടെ. ഇത് ഏത് ചട്ടിയിൽ നിന്നാണ് വന്നതെന്നാണ് നോക്കണ്ടേ. അതാണ്ട് ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് മെയിൻ റൂട്ടിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ആണോ, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ കട്ട് ചെയ്തെന്ന് നമുക്ക് പിന്നെ പടർത്താൻ മരം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൊണ്ട് ചെന്ന് നട്ടാൽ മതി. നടുപ്പോഴാണെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് വേണം നടാൻ. ഇപ്പം നടാനുള്ള കറക്റ്റ് സമയമാണ്, നല്ല മഴയുള്ള സമയമാണ്. ഇത് നട്ട് കഴിഞ്ഞാൽ ചീത്തയാവത്തില്ല. ഇപ്പം അധികം ഒത്തിരി ജൂൺ ജൂലൈയിലൊക്കെയുള്ള മഴയെന്ന് പറയുമ്പോൾ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കത്തില്ലേ, ആ സമയത്തൊക്കെ ഇതൊക്കെ അഴുകിപ്പോവും. ഇപ്പം നല്ല കറക്റ്റ് ടൈമാണ്. കണ്ടോ, അതല്ലായിരുന്നു, ഞാനത് നേരത്തെ വളച്ച് വെച്ചിരുന്നതായിരുന്നു. അതിനകത്ത് നിന്നാണിത് കിളിച്ച് വന്ന്. ഉണ്ടോ, ഉണ്ടാക്കാണ്ട്. ഇതെത്ര, ഞാൻ ആ മുറിച്ചേൻ്റെ ഇതാണ് കേട്ടോ. അതുകൊണ്ട് താഴെ ഒന്ന് പോയിരിക്കുകയാണ്. ഉണ്ടോ, അതിൽ നിന്നാണ് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതാണ് നടാനേ. നമുക്ക് പടർത്താനുള്ള മരം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചെന്ന് നട്ടാൽ അതങ്ങ് കിളിച്ച് കയറി വന്നോളൂ. ഏതാണ്ട് ഇതിനകത്തുണ്ട് അതുപോലുള്ള. വേണ്ട, എന്തുവാടാ, ടൈഗർ വന്ന് ബഹളം ഉണ്ടാകും. എന്തോ ടൈഗറേ, ഇത് പുറത്തുള്ള പട്ടികൾ രാവിലെ ഒന്നും കൊടുത്തില്ല, അതിൻ്റെ വന്ന് ചോദിക്കുന്നത്. ടൈഗർ, ടൈഗർ, ഡാ സീജ, സീജ. കണ്ടോ, അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇത് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. കളഞ്ഞു. ഇതുപോലെ ഉണ്ട്, ശരിക്കും ഉണ്ട്. ഇനി ഇത് ബാക്കി കണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട്. ഒരു 60 ചട്ടിയോളം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കിനി ചെടിച്ചട്ടിക്കകത്ത് വെക്കാനുള്ള കുറ്റിക്കുരുമുളക് കവറിനകത്തിരിക്കുക. അതെല്ലാം ഇനി ഇതുപോലെ എടുത്ത് വെക്കണം. കണ്ടോ, ഇതെല്ലാം ഇതിനകത്തൊക്കെ ശരിക്കും ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ വന്നിട്ടുള്ളതാണിതെല്ലാം. ഇതെല്ലാം പൊക്കത്തെടുത്ത് വെക്കണം. പൊക്കത്ത് വെച്ചില്ലെങ്കിൽ താഴെ ഇതായിപ്പോൾ. ഉണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷികൾ. നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ഷെയർ ഇതൊക്കെ ചെയ്തേക്കണേ. ഓക്കെ.